ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ വാക്കുകൾ ക്രമീകരിക്കുന്ന പുസ്തകമാണ് ഡിക്ഷണറി അല്ലെങ്കിൽ നിഘണ്ടു എന്ന് പറയും മലയാളത്തിൽ. വെൽക്കം മക്കളെ. നമ്മൾ പഠിച്ച എ മുതൽ ഐ വരെ പഠിച്ചു. നമ്മൾ അത് വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ ഡിക്ഷണറിയിൽ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് എ, രണ്ടാമത്തെ വാക്ക് എയ്സ്, മൂന്നാമത്തത് സിഡ്, നാലാമത്തത് ക്യാപിറ്റൽ എ ഡി അന്നോ ഡോമിനി എന്നുള്ളത്. പിന്നെ നമ്മളൊരു ആൺകുട്ടിയുടെ പേര് പഠിച്ചു, ആദി. കൃത്യം ഓർഡറിൽ വരുമല്ലോ ഡിക്ഷണറിയിൽ. ഏജ്. പിന്നെ നമ്മളുടെ വാക്ക് എഹഡ്, പിന്നെ എയ്ഡ്, എയ്ഡഡ്. ഓക്കെ, ആദ്യത്തെ അക്ഷരം എല്ലാത്തിലും എ വന്നു. പിന്നെ ഇവിടെ ബി കിട്ടിയിട്ടില്ല. സി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഏതാ? സി കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അക്ഷരം ഡി ഉണ്ടാ, 3 ഈ വന്നിട്ടില്ല നമുക്ക്. ഈ എഫ് കഴിഞ്ഞിട്ട് ജി, പിന്നെ എച്ച് ഐ ഉണ്ടാ രണ്ടാമത്തെ അക്ഷരം. പിന്നെ മൂന്നാമത്തെ അതുപോലെ തന്നെ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ബി വെച്ചെടുക്കാം. ആദ്യത്തെ അക്ഷരം ബാഡ്, ബാഡ്ജ്, ബാഗ്, പിന്നെ BC നമ്മൾ പഠിച്ച അക്ഷരം. പിന്നെ ബെഡ്, പിന്നെ ബി, ബെഗ്, ബിഗ്. അടുത്തത് സി വെച്ച് നമ്മൾ പഠിച്ചത് ക്യാബ്, കേജ്. പിന്നെ CID എന്നുള്ള വാക്ക് പഠിച്ചു. ഡി വെച്ച് പഠിച്ചത് ഡാഡ്, ഡെഡ്, ഡെഫ്, ഡീഡ്, ഡൈഡ്, ഡിഗ്. ഈ നമ്മൾ വെച്ച് പഠിച്ചത് ഏതൊക്കെയാണ്? എഡ്ജ്, എഗ്, ഈദ്. എഫ് വെച്ച് നമ്മൾ പഠിച്ചത് ഫേസ്, ഫെയ്ഡ്. പിന്നെ നമ്മൾ പെൺകുട്ടിയുടെ പേര് പഠിച്ചു, ഫേബ. പിന്നെ ഫെഡ്, പിന്നെ ഫീഡ്, ഫിഗ്. ജി നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ, ജിഫ് എന്നുള്ളത്. ജിയുടെ തുടക്കം കേട്ടോ. കുറേ വാക്കുകളുണ്ട് കേട്ടോ. എച്ച് വെച്ചാണെങ്കിലാ ഹാഡ്. പിന്നെ നമ്മൾ ഹായ് വേണമെങ്കിൽ അത് എഴുതാം, ഹീ, ഹെഡ്. പിന്നെ HI ഹായ് എഴുതാം. പിന്നെ ഹൈഡ്, പിന്നെ ഹൈ. ഐ വെച്ച് നമ്മളൊരു വാക്ക് പഠിച്ചത് എന്തെന്നാ? ഐ തന്നെ ഒരു വാക്കാണ്, ഞാൻ എന്നുള്ളത്. ഐ ക്യാപിറ്റൽ. പിന്നെ ഐസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഡിക്ഷണറി കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഭാവിയിൽ ഡിക്ഷണറി നോക്കി പഠിക്കണമെങ്കിൽ ഇതുപോലെ അക്ഷരക്രമമായിട്ട് നോക്കിയാൽ മതി വേർഡ്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു.